നമസ്കാരം. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് പ്രമേയത്തെ പറ്റിയുള്ള തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. 1994 ആദ്യമായി KSRTC സൂപ്പർ ഫാസ്റ്റ് എന്ന ജനകീയ സർവീസ് ആരംഭിക്കുന്നത്. ഏറ്റവും കുറച്ച് സ്റ്റോപ്പുകൾ നിർത്തിക്കൊണ്ട് ഏറ്റവും വേഗത്തിൽ യാത്രക്കാരെ അവരുടെ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൂപ്പർ ഫാസ്റ്റ് എന്ന സർവീസ് ആരംഭിച്ചത്. പക്ഷേ ദൗർഭാഗ്യവശാൽ കാലാകാലങ്ങളിൽ പല സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് KSRTC കൂടുതൽ സ്റ്റോപ്പുകളിലേക്ക് സൂപ്പർ ഫാസ്റ്റുകൾ നിർത്താൻ തുടങ്ങി. ധാരാളം ബസ് സ്റ്റേഷനുകളിൽ അനാവശ്യമായി കയറി ഇറങ്ങി, കയറാൻ ആളില്ല, ഇറങ്ങാൻ ആളില്ലെങ്കിലും കയറി ഇറങ്ങി സമയം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സാധാരണ ഒരു ഫാസ്റ്റ് പാസഞ്ചറിൻ്റെ നിലയിലേക്ക് സൂപ്പർ ഫാസ്റ്റിനെ തരം താഴ്ത്തി കൊണ്ടുവന്നു. യാത്രക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടായി മാറി. കാരണം ട്രെയിനിൽ പുറപ്പെടുന്നതിനേക്കാൾ സമയമെടുത്തുകൊണ്ട് എത്തുന്നു. 3 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ട്രെയിൻ കോട്ടയത്തെത്തുമ്പോൾ ഒരു ബസ് 6 മണിക്കൂർ കൊണ്ട് കോട്ടയത്തെത്തുന്നു. ഇത് യാത്രക്കാരെ സംബന്ധിച്ച്, ഇത് രണ്ടും തുടങ്ങുന്ന തമ്പാനൂരിന്നാണ്. ഇത് യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് കണ്ടതുകൊണ്ട് സ്റ്റോപ്പുകളിലെ എണ്ണം കുറച്ചുകൊണ്ട് സൂപ്പർ ഫാസ്റ്റിൻ്റെ പഴയ പ്രൗഢി വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്ന പുതിയ സർവീസ് ആരംഭിക്കുന്നത്. 200 പുതിയ ബസ്സുകളാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. 60 ബസ്സുകൾ രംഗത്ത് വന്നു കഴിഞ്ഞു, റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ബാക്കിയുള്ള ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 200 ബസ്സുകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് അനാവശ്യമായ സ്റ്റോപ്പുകൾ ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത ബസ് സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങാതിരിക്കുക. പക്ഷേ ആ ബസ് സ്റ്റേഷനുള്ള സ്ഥലത്ത് തന്നെ പുറത്ത് നിർത്തി ആളിനെ എടുക്കും, റിസർവേഷനിലും ആളെ എടുക്കും. അതിനൊരു പ്രധാനമായ ഉദാഹരണമായിട്ട് പറയുന്നത്, ഏതാണ്ട് NH-ലൂടി തിരുവനന്തപുരത്ത് നിന്ന് വടക്കൻ ജില്ലകളിലേക്ക് 107 സ്റ്റോപ്പാണ് വന്നത്. ഈ 107 സ്റ്റോപ്പിനെ കുറച്ച് 44 ആക്കി. MC റോഡിൽ 108 സ്റ്റോപ്പാണ് പലപ്പോഴും കോഴിക്കോട് വരെയൊക്കെ എത്തുന്നതിന് മുമ്പ് ഒരു ബസ്സിനുണ്ടായിരുന്നത്. അത് 46 കുറച്ചു. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അത് മനഃപൂർവ്വമായി വണ്ടി താമസിപ്പിച്ചുകൊണ്ട് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. വണ്ടികളുടെ സ്റ്റോപ്പ് 108-ൽ നിന്ന് 46-ലേക്ക് താഴുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടി നേരത്തെ എത്തും. നേരത്തെ എത്തുന്ന യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നേരത്തെ എത്തുന്നതും ഒരു കുറ്റകൃത്യമായി കാണാൻ പാടില്ല.